നടക്കട്ടെ. വൃത്തികെട്ട സാധനമായിട്ടാണ് വൈദ്യരെ ഇങ്ങനെ 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 വെള്ളത്തിൽ വീണ് പരിപ്പിളകി ഒരുപാട് പേരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരാളെ ആദ്യമാണ്. ഇയാൾ ആദ്യമായിട്ടാ വെള്ളത്തിൽ വീഴുന്നത്, അതുകൊണ്ടായിരിക്കും. ഇതൊന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും. അയ്യോ പതുക്കെ മതി, ഇനിയോട്ട് റെഡിയായില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. അമ്മാവ അച്ഛൻ വിളിക്കുന്നു. ഇതല്ല ഉദ്ദേശിച്ചത്. അയ്യോ പാപത്തിനോട് ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാര്. നീ ഇച്ചിരി എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചേ, പെട്ടെന്നൊഴി. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. അതുവരെ നീ ഇവിടെ കളച്ചു മറിക്കേ. ബോധം കെടുമ്പോ പറഞ്ഞാ മതി. ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഞാനോ പഠിച്ചില്ല. ഇത് റിപ്പീറ്റ് ചെയ്തോളൂ. ദേവി ബാക്കിയുള്ളവൻ ഇവിടെ തീയുണ്ട വിഴുങ്ങി നിൽക്കുമ്പോഴാണ് അവന്റെ ഒടുക്കത്തൊരു ഡാൻസ്. എന്റെ ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്റെ എല്ലാ പ്ലാനുകളും പാളിപ്പോകുന്നത്. കാര്യം നടന്നില്ല വെടിയും കൊണ്ട്. ഇതിനു മുമ്പ് എത്രയോ പേരെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നിസ്സാരമായി തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. എത്രയോ പേർ തട്ടിയിരിക്കുന്നു. അതൊക്കെ ശരി തന്നെ ബോസേ. പക്ഷേ എപ്പോഴും ഇങ്ങനെ മുതലാളിയുടെ ഫോൺ വരുമ്പോ കട്ടാക്കി കൊണ്ടിരുന്നാലേ വേറെ കൊണ്ടുവിളിച്ച് നമ്മളെ പൊക്കൂലേ. ഇപ്പൊ തന്നെ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. പേടിപ്പിക്കാതെ ഒരു വഴി കണ്ടുപിടിക്കണ ശവമേ. മൂന്നാമതൊരാളുടെ സഹായം കൂടാതെ നമുക്ക് അവനെ പൊക്കാൻ കഴിയില്ല ബോസ്. യു മീൻ എ തേർഡ് പേഴ്സൺ? യെസ്. ശിവൻകുട്ടിയുടെ കുടുംബവുമായി അടുപ്പമുള്ള, അവനോട് വെറുപ്പും വൈരാഗ്യവുമുള്ള ഒരാളാണെങ്കിൽ സംഗതി ക്ലീൻ. അങ്ങനെ ഒരാളുണ്ടാവും? ഉണ്ടാകും, ഉണ്ടാകണം, ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കും. ദൈവമേ, പിന്നെയും ആ നശിച്ച ഫോൺ. ബോസിന് ഇപ്പൊ എന്താ വേണ്ടത്? മുതലാളി ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ? അതെ, അതിനൊക്കെ വഴിയുണ്ട്. ആ ഫോണിൽ നിന്ന് ഇവനിതൊക്കെ എങ്ങനെ പഠിച്ചു? ഇനി മുതലാളി വിളിക്കണമെന്ന് കാണണം. ചേട്ടാ പതുക്കെ ഇറങ്ങിക്കോളൂ, സൂക്ഷിച്ച്. സാറെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇതെവിടെയാ വന്നത്? വീട്ടിൽ, ജീവൻ സാറിന്റെ വീട്ടിൽ. ഓഹോ, ഇതിനെയും വീടെന്നാണല്ലേ പറയുന്നത്? മോനെ ജീവ, അകത്ത് വാ. തള്ള വിളിക്കുന്നു. സാറിനെ തന്നെ വിളിച്ചത്. അത് മനസ്സിലായി, ഞാനാണല്ലോ ജീവൻ. ശിവൻകുട്ടി, വണ്ടിയിലിരിക്കുന്ന ബാഗെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കേ. എന്റെ പേര് പിടി കിട്ടി. എന്റെ കൈ വയ്യെന്നറിയില്ലേ ഈ വൃത്തികെട്ടവന്മാർക്ക്. എങ്ങനെ ഞാൻ ബാഗ് എടുക്കുന്നത്? ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യാ? അല്ല, ഞാൻ ശിവൻകുട്ടി ആ ബാഗ് എടുത്ത് അകത്ത് വെക്ക്. ചേട്ടൻ വാ. ലോകത്തുള്ള എല്ലാ ദരിദ്രവാസികളുടെ പേര് ശിവൻകുട്ടി എന്നാ. സാറ് പോയ പിന്നെ ഈ വീട് ഉറങ്ങിയ പോലായിരുന്നു. ഒന്ന് ഇക്ലിയിട്ട് ഉണർത്താത്തത്. ഈ വീടിനകത്ത് നിങ്ങൾ നടന്നാണോ അതോ ഓട്ടോറിക്ഷ വിളിച്ചാണോ പോകുന്നത്? മോനിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ബ്രാൻഡി മതിയായിരുന്നു. അതിപ്പോ എങ്ങനെ പറയും? നല്ല സുഖം. Vijay, all things are improper in company. You have to go to Income Tax office and make everything ready. Yes, I will take care, uncle. ഡോ, താൻ അവിടെ എവിടെയും കറങ്ങിയെടുക്കാതെ ചേട്ടന്റെ കൂടെ തന്നെ വേണം. മെഡിസിൻ എല്ലാം കൃത്യസമയത്ത് തന്നെ എടുത്തു കൊടുക്കണം. മനസ്സിലായോ? ശരി സാർ, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ചേട്ടാ, ഐ എം ബിസി ടുഡേ. ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി ഓവർ വിത്തിൻ 2 days. ടേക്ക് കെയർ ബഡ്ഡി. ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ. ഇതെന്താ ഇംഗ്ലീഷ് മീഡിയം സ്കൂളോ? ഇവിടെ അധികം നാൾ നിൽക്കുന്നത് ആപത്താ. എന്താ? ഒന്നുമില്ല, ഞാൻ വെറുതെ. വേണ്ടായിരുന്നു. നല്ല തണുപ്പ് എനിക്ക് വേണ്ട. ജീവ, ടേക്ക് റെസ്റ്റ്. നോ നീഡ് ടു കം ടു ദി ഓഫീസ്. തുടങ്ങി. ടേക്ക് കെയർ. അടുത്ത് ഇംഗ്ലീഷ് കേൾക്കുന്നതിന് മുമ്പ് ഫുള്ള് വലിച്ചു കുടിക്കാം. ഓക്കെ ഓക്കെ, ഗുഡ്. എന്നാ പോയി റെസ്റ്റ് എടുത്തോ. നകുല, കാര്യം അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഞാൻ മുമ്പേ ഇറക്കാം. ഇതെന്താ താമരശ്ശേരി ചുരോ? നകുല,
നകുലൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ. അത് സാറിന് അറിയാവുന്നതല്ലേ? ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. സാർ ശരീരം ഇളക്കണ്ട, വാ. നമ്മുടെ റൂമിലെത്താൻ ഇനി എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? പറ. സാറ് നാട് വിട്ടേ പിന്നെ ഈ മുറി ഞാൻ ആദ്യമായിട്ട് കാലുകുത്ത. ഞാനും. ഇത് മുഴുവൻ അലങ്കോലായി കിടക്കുകയാണല്ലോ. സാർ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ ശരിയാക്കി. ഇതൊക്കെ ആരാണ് ഇത് ഇവിടെ കൊണ്ടിട്ടത്? പൊടിയാണിത് മുഴുവൻ. ഇതെന്തൊരു മുറി. അത് ശരി, ചുമ്മാതല്ല എന്നെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. എന്റെ ചിറ്റപ്പ, എനിക്കിപ്പോഴാ ശരിക്കും ലോട്ടറി അടിച്ചത്. അതെ ജീവൻ സാറേ, സാർ ഇവിടുന്ന് പോകുമ്പോ സാറിന്റെ നാൻസി ഗർഭിണിയായിരുന്നല്ലോ. അവളിപ്പോ പ്രസവിച്ചു. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. എടാ വൃത്തികെട്ടവനെ, ഏതോ ഒരു പാവം പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് നീ ഇവിടുന്ന് മുങ്ങിയതാണല്ലേ. ഇനി ആ കൊച്ചിനെയും തള്ളേ ഞാൻ ചുമക്കണോ അല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ. നകുല, അതെ, നീ പറഞ്ഞത് ശരിയാ. എനിക്കങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. ഇനിയിപ്പോ ആരും അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കിക്കൂടെ ആ കേസ്? ഒതുക്കാനാ? സാറല്ലേ പറഞ്ഞത് നമ്മുടെ നാൻസി പട്ടി പ്രസവിക്കുമ്പോ ആരോടും പറയരുത്, നല്ല ഇനമാണ്, കുഞ്ഞുങ്ങളെ മുഴുവൻ നമുക്ക് തന്നെ വളർത്തണമെന്ന്? അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. ഹായ് ജീവൻ, how are you? How do you feel now? ഈശ്വര, പിന്നെ ഇംഗ്ലീഷ്. ഇതേത് അവതാരം? രഞ്ജിനി, മഹേന്ദ്ര സാറിന്റെ മോള് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഓഹോ, അത് ശരി. ഹലോ റൺസനെ, എന്തിനാ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ബാ ബാ, എത്ര നാളായി കണ്ടിട്ട്. ജീവൻ, ഡോണ്ട് ഡിസ്റ്റർബ്. ഓവറായ എന്തോ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചോളൂ. രഞ്ജിനി, എന്തു പറ്റി? ബാ. എന്തായാലും നല്ല ആളാ ജീവൻ. ആരോടും പറയാതെ ഇത്രയും ദിവസം എങ്ങോട്ടാ പോയത്? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജീവൻ എന്നോട് പറയാമായിരുന്നില്ലേ? ജീവ, അപ്പൊ നീ ഇവളെയും പറ്റിച്ചോ? ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് കുട്ടേ. നമ്മൾ തമ്മിലുള്ള വിവാഹം മായന്റെയും അച്ഛനും കൂടി തീരുമാനിച്ചത് ജീവൻ ഇഷ്ടമായില്ലല്ലേ? ചുമ്മാ അതല്ല അവൻ സ്ഥലം വിട്ടത്. അതൊക്കെ പിന്നെ അസൂയക്കാർ വെറുതെ പറഞ്ഞു നടക്കുന്നതല്ലേ? ജീവൻ എന്നോട് ഇഷ്ടമാണല്ലേ? കുഴപ്പമായ. For so many years, I just wanted to convey my love towards you. If you really love me, please തുടങ്ങി. accept this gift. Just tell yes or no. Do you love me or not? എന്തൊക്കെയോ പറയുന്നു, രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. No. No? What? മോതിരം. Yes. Oh, thank God. പെട്ടെന്നിട്. So cute. മോതിരം മാത്രമേ ഉള്ള, അരഞ്ഞാണോ മാലയെങ്ങാനോ ഉണ്ടെങ്കിൽ ഊരിയിട്. ദാസപ്പന്റെ കടം തീർക്കാലോ. അല്ല, രഞ്ജിനിയുടെ സ്നേഹം ഇത്രയ്ക്ക് ചെറുതാണോന്ന്. ഇതിനേക്കാൾ വലിപ്പവും തൂക്കമുള്ള മോതിരം ഞാൻ പ്രതീക്ഷിച്ചത്. Very funny. എനിക്ക് ഇപ്പോഴാ ആശ്വാസമായത്. എനിക്കും. ഞാൻ പോട്ടെ. See you. Bye. ദാസപ്പേണ, ഇത് നിങ്ങൾക്കുള്ളതാ. അയ്യോ, മൂട്ടാടിയുള്ള കട്ടിലിൽ കിടന്നിട്ട് ഇവിടെ വന്ന് കിടന്നപ്പോ എന്തൊരു സുഖം, എന്തൊരു കുലുക്കം. എടാ ജീവാ, എനിക്കിനി എന്റെ വള്ളിത്തോട് ഗ്രാമത്തിലെത്തണമെങ്കിലേ ഒരുപാട് പണം വേണം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്റെ ചക്കര ഇപ്പോഴും ഇങ്ങോട്ട് വരല്ലേ. ഞാൻ ജീവനായിട്ട് അഭിനയിച്ച് കുറച്ച് കടങ്ങളൊക്കെ വീട്ടട്ടെ, ഓക്കേ? എന്നാലേ എന്റെ മീനാക്ഷി എനിക്ക് കിട്ടും. ശരിക്കും ജീവ, നീ എവിടെയാടാ? ഒരു സ്ഥലം വരെ പോണം, വണ്ടി എടുക്കും. സ്പീഡ്. ഞാനാണ് ജീവൻ, ജീവൻ രാജ്. അതേ തോക്ക്. Hands up. കൈവക്ക്, കൈവക്ക്. ഉണ്ടോളതാ സാലേ, ക്യാളെ കമീനെ, ചെമ്മീന. ബോസിന് നേരത്തെ മീൻ കച്ചവടം വരുന്നല്ലേ? ചലോ ജൽദി. കൊല്ലാൻ കൊണ്ടുപോയടാ. ബൈഠോ.
നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. വന്ന കാര്യം പറ. ഭാനുമതി, ചായ. ഗണ്ണ് പേടിയാണ്. അങ്ങനെ എല്ലാ ഗണ്ണും പേടിയില്ല, പക്ഷെ ഈ ഗണ്ണ് പേടിയാണ്. ഇല്ലേ ബോസ്? അയ്യോ, പേടിക്കണം. ഒരുപാട് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ തലയോട്ടി തകർത്ത ഗണ്ണാണ്. ഒരു ഇന്ത്യക്കാരുടെ കഴുത്തും. ഞങ്ങൾ വന്നത് സാറിന്റെ ഒരു സഹായത്തിന് വേണ്ടിയായിരുന്നു. സാറിന് ഒരുപാട് സന്തോഷവും എന്നാൽ കുറച്ച് ചില്ലറയും കിട്ടുന്ന കാര്യമാണ്. എന്ത് കാര്യം? ശുക്രിയ. ആതിഥേയ മര്യാദയില്ലാത്ത വേണ്ടി. കാര്യം പറ. കാര്യം ഒരല്പം സീക്രട്ടാ. അപ്പോ നിങ്ങൾ കഥ എഴുതാൻ വന്നവരല്ല? അല്ല. എനിക്ക് നിങ്ങളുടെ ഈ ഗെറ്റപ്പ് കണ്ടപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ആട്ടെ, നിങ്ങൾക്കെന്തിനാ വട്ടനെ? ഞങ്ങൾക്കല്ല സാർ, മറ്റൊരാൾക്ക് വേണ്ടിയാ. ഓഹോഹോ, അവൻ കാശ് കൊടുക്കാനുള്ള വല്ലവനുമായിരിക്കും. അതൊന്നും ഞങ്ങൾക്കറിയില്ല. കാര്യം നടക്കോ? കാര്യം നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ കാശിന്റെ കാര്യം അത് വളരെ കുറഞ്ഞു പോയി മക്കളെ. എത്ര പറയണം? 1 ലക്ഷം പറ. ശരി, എങ്കിൽ 1 lakh. അവനെ ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചാൽ ഉടൻ പണം. ഓക്കെ? 1 ലക്ഷം രൂപ, ഒരു വെടിക്ക് 2 പക്ഷി. എന്റെ മോളുടെ പുറകെ നടക്കുന്നവന്റെ ശല്യവും തീരും, പോക്കറ്റ് കാശും വീഴും. ഓക്കെ, ഓപ്പറേഷൻ എന്ന് നടക്കും. എന്തിനാ വഹിക്കുന്നേ? ഇന്ന് രാത്രി തന്നെ പൊക്കിത്തരാം. ഇയാളുടെ ഓപ്പറേഷൻ വലിക്കോ ബോസേ? ആവോ ആവോ. വിളിക്കണം. എന്തൊരു ശബ്ദം കേട്ടില്ലേ? നമുക്ക് ഓടി ഒളിച്ചാലോ ബോസ്? ഒളിക്കാനോ? അതൊന്നും പ്രൊഫഷണൽ കില്ലേഴ്സിന് ചേർന്ന പണിയല്ല. പിന്നെ നമുക്ക് ഓടി രക്ഷപ്പെടാം. നിങ്ങൾ എന്തിനാ പുറവുറുക്കുന്നേ? വേഗം വാ. ഈ വീട്ടുകാരെ നമ്മളെ കണ്ടുപിടിച്ചാലോ? ഒന്നുകളെയും. വീട്ടുകാരെ? വീട്ടുകാരില്ല, നമ്മളെ വീട്ടുകാർ കൊല്ലും. അയ്യോ, ഉണ്ടാതെ വാടാ. ആരോ വരുന്നു. അത് ശിവൻകുട്ടിയാണല്ലോ. ഇവൻ എങ്ങോട്ടേ പാതിരാത്രിക്ക്? യൂരിൻ ബസ്സിനായിരിക്കോ? ഞാൻ പോയി നോക്കാം. അതൊക്കെ മോശമല്ലേ? എന്തോന്ന്? ഇതൊക്കെ ഒളിച്ചിരുന്ന് കാണാന്ന് പറഞ്ഞ. ഓ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നാ മതി, ഞാൻ പോയി നോക്കാം. ബോസ് ഇരിക്കണല്ലേ? ഇവിടെ ഞാനാകെ കുഴപ്പത്തിലാ. ഞാൻ ജീവനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ശിവൻകുട്ടിയാണെന്ന ഇവരുടെയൊക്കെ ധാരണ. ഓഹോ, അത് ശരി. ഈ ശിവൻകുട്ടി കടത്തിൽ മുങ്ങിയിരിക്കുന്ന ആളാ. അത് കാരണം ഇവിടെ എപ്പോഴും കടക്കാരുടെ ശല്യ. കോടീശ്വരനായ തനിക്ക് കടക്കാരനായ ശിവൻകുട്ടിയെ നിൽക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്കിവിടെ എങ്ങനെയെങ്കിലും പോയാൽ മതി. വെയിറ്റ്, ആ പട്ടാളക്കാരനെ കാണുന്നില്ലല്ലോ. ബോസ്, ഏതോ കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുന്നു. അത് കുതിരക്കുളമ്പടിയുടെ അല്ല, എന്റെ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിരിക്കുന്ന ശബ്ദം. ബോസ് ഇത്ര മണ്ടനായി പോയല്ലോ. ഞാൻ നിക്കണ പോലെ അങ്ങോട്ട് നിന്നാ പോരെ? ഓ, ഇതുപോലെയല്ലേ? കുറച്ച് ദിവസം കൂടി താൻ ഇവിടെ തുടരണം. ജീവൻ സ്കൂബിന്റെ MD കോടീശ്വരൻ ജീവൻ രാജായല്ല, കടക്കാരൻ ശിവൻകുട്ടിയായി. അല്ല, അതെന്തിനാ? ഐ വിൽ കോൾ യു. ബോസ്, എന്തൊരു അഭിശബ്ദം കേട്ടല്ലോ. അപ്പോ അതാണ് വട്ടിന്റെ ഗുഡൻസ്. ഇവൻ ശിവൻകുട്ടിയല്ല, ശിവൻകുട്ടിയെ പോലെ കോടീശ്വരനായ മറ്റൊരുത്തൻ. ഇനി കളി എങ്ങനെ കളിക്കണമെന്ന് കേശവൻ അറിയാം. ഏതായാലും ഇനി അവന്മാര് വെട്ടിച്ച് മുങ്ങാം. 1 ലക്ഷത്തേക്കാൾ വലുതാണ് കോടികൾ. ബോസ്, അവൻ നല്ല പനിയാ, അതാ പുതച്ചക്കണം. നമ്മുടെ ലാസ്റ്റ് ചാൻസാ. നമുക്കിന്ന് അവനെ പൊക്കണം. അപ്പൊ പട്ടാളം? പട്ടാളം എടാ മണ്ട, വെറുതെ അയാളെ കൂട്ടുപിടിച്ച് നമ്മുടെ 1 ലക്ഷം കളയണോ? അപ്പൊ എടുക്കട്ടെ. യെസ്. ബോസ്, ഏത് ടോൾ എടുക്കണം? ഇത് ചെങ്കല്ലേ? വേണ്ട, ശബ്ദം കേൾ. ഓ, ഐ സി. കരിങ്കല്ലേ? വേണ്ട വേണ്ട, ആള് വടിയാവും. എന്നാ വെള്ളാരിക്കല്ലേ? ശബ്ദമില്ലാതെ ബോധം കെടുത്താൻ അതാ നല്ലത്. ഓക്കെ, തുണി മാറ്റിങ്ങി തരയുടെ ഒമ്പളങ്ങട്ട കണ്ടുപിടിക്കായിരുന്നു. ബാബാ, അയ്യോ, പട്ടാളം. നല്ല മണമുണ്ടല്ലോടാ അതിനകത്ത്. എന്താടാ തുഴയുന്നത്? വള്ളംകളിയാ? അല്ല, പായസളക്ക. ഓഹോ, ആഹാരമൊക്കെ നല്ല രുചിയുള്ളതായിരിക്കണം. എനിക്കിവിടെ ഭക്ഷിക്കാനുള്ളതാ. ഓ, നിർത്തണോ? എന്റെ പേര് കളയാൻ ഇറങ്ങിയിരിക്കുന്ന പന്നികള്. ഇങ്ങോട്ട് മാറ. ഞാൻ ടേസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം മതി ശിഷ്യന്മാരെ ടേസ്റ്റ്. എന്തോ നടി പന്നി, ഇവൻ വെള്ളം കണ്ടിട്ടില്ലേ?
ഇനി ഞാൻ അടിക്കാം. ജീവിതത്തിൽ മദ്യം കാണുന്നത് പോലും ഇഷ്ടമല്ലാത്ത സാറ് ബാറിൽ വന്ന് എനിക്ക് മദ്യം വാങ്ങിത്തരിക എന്ന് പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇത്രയും കാശുണ്ടായിട്ട് എടാ ജീവ നിനക്ക് മദ്യപിച്ചൂടെ? ഇനി ഞാൻ അടിച്ച ചിലപ്പോ അവന് സംശയം വരും. അടി അടി. നകുല, ഈ രഞ്ജിനി ആള് കൊള്ളാല്ലേ? സാറല്ലേ പറഞ്ഞത് അവള് ശരിയല്ല എന്ന്? എന്തിന് വീട്ടുകാർ നിർബന്ധിച്ചിട്ട് പോലും സാർ അവളെ കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞ് ആരോടും മിണ്ടാതെ സ്വന്തം വണ്ടി പോലും എടുക്കാതെ ഇവിടുന്ന് മുങ്ങിയതല്ലേ? എന്നിട്ട് ഇപ്പ അതെ, പുഴയിൽ വീണപ്പോ ഞാൻ എല്ലാം മറന്നുപോയതല്ലേ. ഇങ്ങനെ മറന്നാലേ സാറിന്റെ കണക്കില്ലാത്ത സ്വത്തൊക്കെ നാട്ടുകാരും ഉണ്ടോ? അപ്പൊ ജീവൻ രാജ് നല്ല കോടീശ്വരനാണല്ലേ? എനിക്ക് തോന്നുന്നത് സാറിന്റെ സ്വത്തൊക്കെ പുറത്തു പോകാതിരിക്കാൻ ആ മഹേന്ദ്രൻ സാറും സാറിന്റെ രണ്ടാനമ്മയും ചേർന്ന് ആ രഞ്ജിനിയെ സാറിന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന്. അപ്പൊ രഞ്ജിനിയെ സ്വപ്പിട്ട ഇനിയും കുറച്ചുകൂടി സ്വർണം കിട്ടാൻ സാധ്യതയുണ്ട്. ആ മഹേന്ദ്രൻ സാർ ആളത്ര ശരിയൊന്നുമല്ല. പക്ഷെ രണ്ടാനമ്മയുടെ മോനാണെങ്കിൽ ആ വിജയ് സാറിന് ജീവ സാറെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ട. സ്വന്തം ചേട്ടനെ പോലല്ലേ കാണുന്നത്. നന്ദിയുണ്ട് നകുല, നന്ദിയുണ്ട്. തൽക്കാലം എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഈ അറിവ് തന്നെ ധാരാളം. ബില്ലിന് പറഞ്ഞതാ. ബില്ലേ അല്ല സാർ, മുഴുവൻ അടിച്ച് തീർന്നില്ല. പിന്നെ അയ്യോ, അങ്ങനെ മുഴുവൻ സമയമല്ല. താൻ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചേ. ഈശ്വര കൊതിയാവണം. പെട്ടെന്ന് അടി, പെട്ടെന്ന്. സമയമല്ല. സാർ ബില്ല് എന്റെ തന്ന. അതെ, ഞാൻ ക്യാഷ് എടുത്തില്ല. കമ്പനി അക്കൗണ്ടിൽ പേ ചെയ്തേക്കും. ഇല്ലേ, കൊടുത്തേക്കും. ചങ്ക് കത്തി. പുല്ല് കലക്കാണെന്ന് തോന്നുന്നു. വാള് വെക്കുമെന്തോ. ഇനി നമുക്ക് പോവാം. സാർ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് അടിക്കാതെ. ഇതൊക്കെ മാറ്റ സാധനം. മനുഷ്യനായിട്ടുള്ള ഇതൊക്കെ അടിക്കും. നീ നടക്കും. മനസ്സില്ലാതെ പോവേണു. തലക്ക് പിടിച്ച ആ ജീവൻ என்னப்பா எப்படி இருக்க? சௌக்கியமா இருக்கியா? ஆமா, பிசினஸ் எல்லாம் எப்படி போகுது? நல்லா போதா? எவ்வளவு பெரிய கடல்ல விழுந்தாலும் சாக மாட்டியே, தப்பிச்சிருவியே. பூன ஜென்மம் பாணி. വെള്ളത്തിൽ വീണ കേസ് എല്ലാരും അറിഞ്ഞല്ലേ? ആളെ മനസ്സിലായില്ല. ഇല്ല. രംഗസ്വാമി നമ്മുടെ ബിസിനസ് തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ജീവൻസ് ഗാർമെന്റ്സ് ആൻഡ് എക്സ്പോർട്ടിങ്സിന്റെ പുതിയ ബ്രാഞ്ച് ബാംഗ്ലൂരിൽ തുടങ്ങുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. കഷ്ടം. നമ്മളതവിടെ സ്റ്റാർട്ട് ചെയ്താൽ ഈ ബിസിനസ്സിലും അയാൾ തകരും. തകരണം. അതിനായി നാളെ നമ്മൾ നമ്മുടെ ഓഫീസിൽ പോകും. ഓക്കെ? ഗുഡ് മോർണിംഗ് സർ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ല സാറിതങ്ങോട്ട്. താനങ്ങോട്ട്. ഞാൻ ടോയ്ലറ്റ് വരെ. ഞാനും കൂടെ വന്നിരുന്നെങ്കിൽ. വേണ്ട സാർ, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. അതല്ല, ശരി പൊക്കോ. ഇതാണല്ലേ വഴിയാകത്തേക്ക്. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഓ ശരി. ഗുഡ് മോർണിംഗ് സർ. ഓ ഗുഡ് മോർണിംഗ്. എല്ലാം പറഞ്ഞോല്ല. അലമാരയുള്ള മുറിയതാ. രക്ഷപ്പെട്ട ആരും ഇങ്ങോട്ട് ഇപ്പോഴൊന്നും വരല്ലേ. ഞാൻ കുറച്ച് കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാ നോക്കട്ടെ. ഇതിനകത്ത് കാണും. ചെക്കെങ്കിൽ ചെക്ക്. എന്തോ ഞാൻ ഇവിടെ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, സമയത്തും കാലത്തും ഓഫീസിൽ വന്നില്ലെങ്കിലേ എല്ലാത്തിനും ഞാൻ പറഞ്ഞുവിടും. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ ചിലപ്പോ അള്ളി കീറും. എടോ, ഞാൻ ബിസിനസ് സാമ്രാജ്യത്തിൽ ഗർജിക്കുന്ന ഒരു സിംഹമാണ്. എന്റെ ഗർജനം തനിക്ക് കേൾക്കണോ? ഇത്രയൊക്കെ ഉള്ളൂ. വച്ചിട്ട് പോടോ. എന്നോടാ കളി. സാർ, ഈ ഫോൺ വർക്ക് ചെയ്യില്ല. ഈ 2 ഫോണുമാ വർക്ക് ചെയ്യുന്നത്. ഇത് തനിക്ക് നേരത്തെ പറഞ്ഞാലെന്താ? എന്റെ കാശ് പോയില്ലേ? ഡോ, ഈ ഇവിടെ കാശിരിക്കുന്ന അലമാര എവിടെയാണ്? അതൊന്ന് തുറന്നിട്ടെ. എനിക്ക് ആ കാശൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താനുണ്ട്. ക്യാഷ് ഒന്നും ഇവിടെ സൂക്ഷിക്കാറില്ലെന്ന് സാറിന് അറിയില്ലേ? എല്ലാം ബാങ്കിലാ. അപ്പൊ ആ പ്രതീക്ഷയും പോയി. സാർ, ദേ ചെക്കിരിക്കല്ലേ?
സാർ അതിലൊന്ന് ഒപ്പിട്ടാൽ എത്ര രൂപ വേണേലും എടുക്കാം. എന്റെ ഒപ്പ് താനൊന്നിട്ടെ. സാറാ ഒപ്പിടേണ്ടത്. അതറിയാം, എന്റെ കയ്യക്ഷരം ഇപ്പൊ ശരിയല്ല, അതുകൊണ്ട്. അല്ല സാർ, ഞാൻ ഒപ്പിട്ട കാശ് കിട്ടില്ല. അതെനിക്കും അറിയാം. എന്നാ പിന്നെ ഞാൻ തന്നെ ഒപ്പിട്ട് ഞാൻ തന്നെ കാശ് എടുത്തോളാം. ഇനിയിപ്പോ ജീവന്റെ ഒപ്പ് കണ്ടുപിടിക്കാൻ ഞാൻ എവിടെ പോയി? ഇവിടെ തന്നെ തപ്പ. സാർ എന്താണ്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് 5000 രൂപയാണ് ശമ്പളം. വലിയ കഷ്ടപ്പാടില്ല. സാർ എന്തെങ്കിലും കൂടെ കൂട്ടിത്തരാന്ന് പറഞ്ഞായിരുന്നു. പിന്നെന്താ, ഇനി ഞാൻ കൂട്ടിത്തരാം. ഇനി മുതൽ തനിക്ക് 15000 രൂപയാണ് ശമ്പളം. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ. 3 മാസത്തിലൊരിക്കൽ വന്ന് വാങ്ങിച്ചോളണം, മറക്കരുത്. മനുഷ്യനിവിടെ ജീവന്റെ ഒപ്പ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കുറച്ച് കാശ് ഒപ്പിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് അവന്റെ ഒരു ശമ്പളം കൂട്ടി തിരക്കാം. ഇവിടെ കിടക്കണ അന്തോ ഒപ്പ്. ഇതാണ് ആ ജീവന്റെ ഒപ്പ്. ഇവനൊക്കെ വിദ്യാഭ്യാസം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ്. ഇത് ജന്മത്ത് വിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെന്നൈയിൽ നിന്നൊരു ഇമെയിൽ വന്നിട്ടുണ്ട്. ആണോ? എന്നാ കയറി ഇരിക്കാൻ പറയൂ. കുടിക്കാൻ ഒരു ഗ്ലാസ് ചായയും 2 പരിപ്പോടെയും കൊടുക്കൂ. ഒരു പരിപ്പോടെ എനിക്കും. എന്താ? അല്ല, സാറിന്റെ ഇന്റർനെറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ്? എന്റെതിനാ? നാണം കെട്ട കാര്യം. ഇവിടെ ആരെങ്കിലും കേട്ട എന്റെ വില പോവില്ലേടോ. എന്റെ ഇന്റർനെറ്റിന് ഒരു കുഴപ്പമില്ല. താൻ ഇവിടെ വന്നു നിന്ന് കുഴപ്പം ഉണ്ടാക്കാതിരുന്നാ മതി. ചിറ്റപ്പന്റെ പ്രായം. സാർ, ഈ ഡോക്യുമെന്റ്സ് ഒന്ന് ഒപ്പിട്ട് തരണം. ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് അയക്കാനുള്ളത്. പോടോ. ഇവിടെ ഒരു ഒപ്പിന് വേണ്ടി കഷ്ടപ്പെടുന്ന കാര്യം എനിക്കറിയാവൂ. താൻ പാടോ. എനിക്ക് ഒരു ഒപ്പ് കിട്ടില്ല, അതിനിടയ്ക്ക് തനിക്കൊരു ഒപ്പ്. ഭ്രാന്താക്കാം മനുഷ്യന്. എന്താണോ? എന്തു പറ്റി? സാർ, ഞാൻ ഈ ഡോക്യുമെന്റ്സ് ഒപ്പിടാൻ പറഞ്ഞാണ് സാർ എന്നോട്. ഓഫീസ് കാര്യങ്ങളൊന്നും ഇപ്പൊ ചേട്ടനെ ഏൽപ്പിക്കണം എന്നോട് പറഞ്ഞിട്ടില്ലേ? താൻ പയ്ക്കോ. അയാൾക്കൊന്നും ഓർമ്മയില്ല. ചേട്ടൻ അത് കാര്യാക്കണ്ട. വിജയ് ഇവിടെ ഉണ്ടായിരുന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഇരിക്കെ 2 ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് ഓഫീസിൽ വന്നാൽ മതിയായിരുന്നു. അങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരുന്ന എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അങ്കിൾ. അതും ശരിയാ. പിന്നെ ഞാനും മായും കൂടി അത് ഫിക്സ് ചെയ്തു. ഏത്? നിങ്ങളുടെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തോ? ഓ, ഈ വരുന്ന 20-ാം തീയതി. കൺഗ്രാറ്റ്സ് ചേട്ടാ. ഇത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. രഞ്ജിനി, അങ്കിൾ, എനിക്ക് ചെന്നൈയിൽ നിന്നൊരു മെയിലിന് റിപ്ലൈ ഉണ്ട്. ഞാൻ പോയിട്ട് വട്ടെ. കാര്യമാണ് ചേട്ടാ, ഞാൻ പോയിക്കോട്ടെ. ശരി. എന്നെ ഇതില് കുരുക്കുണ്ടോ? ജീവൻ, ഇനി അധികം ദിവസങ്ങളില്ല. അതെ. എന്തു പറയുന്നു? വളരെ നന്നായി. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. Okay, Jeevan. You guys talk. My friends are waiting. I have to give treat. Okay, Daddy. Bye-bye. Bye. 20-ാം തീയതി കല്യാണം. അപ്പൊ 19-ന് മുമ്പേ കിട്ടണത് അടിച്ചു മാറ്റിക്കൊണ്ട് രക്ഷപ്പെടണം.